എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഴം കൊണ്ടുള്ളൊരു നല്ല 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒരുപാട് പഴുക്കാത്ത പഴമാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഒരു മീഡിയം പഴുപ്പുള്ള 2 ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊണ്ടുകളെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. എത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് നമുക്ക് ഈ പഴം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിത് കട്ട് ചെയ്തെടുക്കുവാണ്. നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു പഴത്തിൽ നിന്ന് 4-5 പീസ് വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഒരു പാൻ ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കുക. അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം. നെയ്യ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നെയ്യ് നന്നായിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ അപ്പുറത്തെ സൈഡ് തിരിച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കരിഞ്ഞു പോവാതിരിക്കാനും ശ്രദ്ധിക്കണം. നമ്മൾ നൈസായിട്ടാണ് പഴം കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റോസ്റ്റായി കിട്ടും. ഒരുപാട് സമയമൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരില്ല. അപ്പം മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട്. ആ ഒരു കാര്യവും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ പാനിൽ നിന്ന് പഴം എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് യാതൊരു കാരണവശാലും പൊട്ടിപ്പോവരുത്. അപ്പോൾ നമ്മൾ സ്പീഡിലൊന്നും എടുക്കാതെ പയ്യെ 2 സ്പൂണുകൾ ഉപയോഗിച്ച് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി നമുക്ക് പഴമെല്ലാം മാറ്റിയ ശേഷം ആ എണ്ണയിലേക്ക് കുറച്ച് ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ക്യാഷ്നട്ടും കിസ്മസും നമ്മൾ സാധാരണ പായസത്തിനൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ക്യാഷ്നട്ട് കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് കിസ്മസും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കിസ്മസും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിപ്പോൾ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ നമുക്കിതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഒത്തിരി തേങ്ങയുടെ ആവശ്യമില്ല. നമ്മൾ എടുത്തിരിക്കുന്ന പഴത്തിൻ്റെ അളവനുസരിച്ച് തേങ്ങ ക്രമീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നില്ല, പഞ്ചസാര ഇടാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഴത്തിൻ്റെ ഓരോ പീസും എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു പഴത്തിൻ്റെ പീസ് എടുക്കുക, അതിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പഴം പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പഴത്തിന് ഒത്തിരി കട്ടിയില്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ പിന്നെ പഴത്തിൻ്റെ പീസുകൾ ഒത്തിരി കട്ടിയായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് റോളായിട്ട് വരാനായിട്ട്. അപ്പോൾ എത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതുപോലെ റോളുകളാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ തേങ്ങയൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഇത് റോൾ ചെയ്തെടുത്ത ശേഷം അറ്റത്ത് ശരിയായിട്ട് ഒന്ന് അമർത്തി ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഴം തമ്മിൽ കൂട്ടി ഒട്ടിച്ചാൽ മതി, വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അത് വിട്ട് പോരും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല സ്നാക്കാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ചായ തിളപ്പിക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.